ഇത് ഡ്രോൺ അല്ല ഗൈസ്, ദിസ് ഈസ് കില്ലർ ഡ്രോൺ. ഡ്രോൺ പറത്താൻ നോക്കിയിട്ട് ദീപകിന്റെ കൈപൊട്ടി, ജോസഫിന്റെ കൈപൊട്ടി. ഞാൻ പിന്നെ റിമോട്ടും കൊണ്ടുവന്നുണ്ട്, എനിക്കൊന്നും പറ്റിയില്ല. ഈ പ്രായത്തിലും എന്നാ ഒരു ഇതാ, എന്നാ ഒരു നിപ്പാ. എങ്ങനെ ഇരിക്കണം? നമ്മളൊരു പുതിയ ഡ്രോൺ വാങ്ങിച്ചു. ഇതത്ര വലിയ സംഭവം ഒന്നുമല്ല, ഇതൊരു ബേസിക് ഡ്രോൺ ആണ്. DJയുടെ മിനി 4K. ഇത് പറത്താന്ന് അറിയില്ല, ഇന്ന് നമുക്കൊന്ന് പറത്തി നോക്കണം. അതിനുവേണ്ടി ഇപ്പോൾ നമ്മൾ വന്നേക്കുന്ന സ്ഥലം വെച്ചാൽ കോണ്ടി നേച്ചർ എന്നുള്ളൊരു സ്ഥലമാണ് ഇവിടുത്തെ. ഇവിടെ കുറേ ഫാമുകളുടെ നടുക്ക് കിടക്കുന്ന ഒരു റിവർ എന്ന് പറയാൻ പറ്റില്ല, ഒരു തടാകം, അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ വന്നേക്കണേ. എനിക്ക് ആക്ച്വലി ഡ്രോൺ പറത്തുന്ന ഒരു കൂട്ടുകാരനുണ്ട്, മിസ്റ്റർ ഷുക്കു, തൃശ്ശൂർ. അപ്പോൾ ഈ ഷുക്കു ഇപ്പോൾ അവന് വലിയ പ്രൊഫഷണലാണ്. അവന് ഡ്രോൺസ് ഉണ്ട്, ഗിംബൽസ് ഉണ്ട്, സിനിമയിലൊക്കെയാണ് അവൻ ഇപ്പോൾ എടുക്കണേ. അപ്പോൾ അവൻ ഈ കരിയർ തുടങ്ങിയ സമയത്ത് ഞാൻ അവൻ്റെ ഡ്രോൺ ഒന്ന് ട്രൈ ചെയ്യാൻ ചോദിച്ചു. അന്നവൻ തന്നില്ല. അന്ന് തൊട്ടുള്ള ഭയങ്കര ആഗ്രഹമാണ് ഒരു ഡ്രോൺ പറത്തണം എന്നുള്ളത്. ഇതിപ്പോൾ അതിൽ ഇവിടെ വലിയ കുഴപ്പമില്ല, ഇവിടെ ഡ്രോൺസ് വളരെ അഫോർഡബിൾ വിലയ്ക്ക് കിട്ടും. പിന്നെ ഇത് ഇടിച്ച് ഇതായാലും നമുക്ക് അതിൻ്റെ വാറണ്ടി കിട്ടും, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. നാട്ടിലാണെങ്കിൽ ഞാൻ കുറേ വീഡിയോ കണ്ടപ്പോൾ ഈ പറഞ്ഞ പോലെ നാട്ടിലത്തെ ഡ്രോൺസ് കുറച്ച് എക്സ്പെൻസീവ് ആണ്. പിന്നെ അത് വല്ല ഇടിച്ച് വല്ലതും കഴിഞ്ഞാൽ നന്നാക്കാൻ കുറേ പൈസ വേണം. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ ഇടിച്ച് കഴിഞ്ഞാൽ കൊണ്ടേ കൊടുക്കുക, വേറെ സാധനം എടുക്കുക, അത്രേ ഉള്ളൂ. ജോസഫ് ആക്ച്വലി എൻ്റെ 52 സബ്സ്ക്രൈബേഴ്സിൽ ഒരാളാണ്. അല്ലേ ജോസഫ്? റീസെന്റ് ഇട്ട വീഡിയോ ഞാൻ കണ്ടതാണ്. മറ്റേ സ്നോയിലൊരു സ്നോ ബോൾ വിഷയം തന്നെ. ആക്ച്വലി ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വളരെ ബേസിക് ആയിട്ടുള്ള ഡ്രോൺ ആണ്, DJI മിനി 4K. സംഭവം വളരെ എളുപ്പമാണ് പറത്താനൊക്കെ ആയിട്ട് എന്നാണ് വീഡിയോസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവണേ. ഇതിൻ്റെ അകത്ത് വേറെ സ്ക്രീൻസ് ഒന്നും വന്നില്ല, നമ്മുടെ ഫോൺ ഇതുമായിട്ട് കണക്ട് ചെയ്യേണ്ടി വരും. സാധാരണ വില കൂടിയ ഡ്രോൺസിലൊക്കെ സ്ക്രീൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിലേതായാലും അങ്ങനത്തെ ഫെസിലിറ്റീസ് ഒന്നും ഇല്ല. നമ്മൾ നമ്മുടെ ഫോൺ കണക്ട് ചെയ്തിട്ട് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന് വില കൂടിയ ഡ്രോൺ മേടിക്കാനാണോ പദ്ധതി? എല്ലാവരും കൂടി സഹായിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഡ്രോൺ മേടിച്ച് നല്ല വിഷ്വൽസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എടുക്കും. നമ്മുടെ റിമോട്ടപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. ഇതിനകത്ത് ഇനിയിപ്പോൾ ഈ ഡ്രോൺ കണക്ട് ചെയ്യണം. ഇത് വളരെ കുഞ്ഞു ഡ്രോണാണ്. ഇത് മുകളിൽ കൂടി പോകുമ്പോൾ മറ്റേ പറത്തവളയില്ലേ, പറത്തവള പറന്നു പോണ പോലെ ഒരു സംഭവമാണ്. കിളികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത്തിരി പ്രശ്നമാണ്. ഒരു വട്ടം ഞെക്കി സംഭവമാണ്. ഓക്കെ, നാട്ടില് പടക്കൊക്കെ പൊട്ടിക്കാൻ വേണം വെച്ചിട്ടുണ്ട്. തിരികൊളുത്ത് ഭഗവാനെ കൃഷ്ണ ഗുരുവായൂരപ്പ ഭക്തവത്സല. സേഫ്റ്റി ചെക്കിൻ്റെ ആവശ്യമില്ല, ഞാൻ ഭയങ്കര എക്സ്പെർട്ടാണ്. ചെക്ക് ദ സ്റ്റാറ്റസ് ബിഫോർ എയർക്രാഫ്റ്റ്. ഇത് സേഫ്റ്റി ചെക്കാണ്. ഡ്രോണിന്റെ ലീഫ് തിരിയുന്നില്ലല്ലോ. ടേക്ക് ഓഫ് ചെയ്യാൻ പോണേ. ആ കിട്ടിയിട്ടുണ്ട്, സാധനം കിട്ടിയിട്ടുണ്ട്, സാധനം കിട്ടിയിട്ടുണ്ട്. കിട്ടിയോ? ചോര കണ്ടാ തുടങ്ങിയേക്കണേ. ഇത് മിക്കവാറും സക്സസ് ആവും ഗൈസ്. ചോര കണ്ടാ തുടങ്ങിയേക്കണേ. ഇതൊന്ന് പിടിച്ചടാ. നല്ല സീനുണ്ടോ? സീനില്ല. ലീഫ് വേറെ ഇല്ല. ലീഫ് ഇതിന്റെ അതില്ല, വീട്ടിലാ. അത് കുഴപ്പമില്ല, ഒന്നോണാക്കി. അത് സീനുണ്ട്, അതുകൊണ്ട് അത് പറക്കാത്ത. ലീഫ് പൊട്ടിയേക്കുന്നോണ്ടാണ്. അല്ല, ലീഫ് പൊട്ടിണ്ടല്ലോ, അതിന്റെ ഒരു സൈഡിലേക്ക് അതാ നല്ല ലൈറ്റ് ഇടിച്ച്.
അതിന്റെ ഒരു സൈഡിലേക്ക് എന്തോ ഒരു സീൻ പറ്റി. ഒരു സൈഡിലോട്ടാ അത് പോകും ചെരിയുന്നേ. ആന്തറ വെയിറ്റ് ഇംബാലൻസ് ആണ്. നല്ല വേദന ഉണ്ട് കേട്ടോ അടിക്കുന്നതിന്റെ. അടിയാണോ? നമുക്ക് ഫോട്ടോ എടുത്തിട്ട് പോവാം. എന്റെ ഐഡിയ ആയിപ്പോയി. നിന്റെ ഐഡിയ നിന്നെ ഞാൻ കൊന്നേനെ പട്ടി. ഇത് ഡ്രോൺ അല്ല ഗൈസ്, ദിസ് ഈസ് കില്ലർ ഡ്രോൺ. ഡ്രോൺ പറത്താൻ നോക്കിയിട്ട് ഇത് ദീപകിന്റെ കൈപൊട്ടി, ജോസഫിന്റെ കൈപൊട്ടി. ഞാൻ പിന്നെ റിമോട്ടും കൊണ്ടുവന്നുണ്ട്, എനിക്കൊന്നും പറ്റിയില്ല. ലോകത്തിലെ ആദ്യത്തെ തന്നെ ചോര വരേണ്ട ഡ്രോൺ, കില്ലർ ഡ്രോൺ. ഇതൊക്കെ മറ്റേ ഇറാഖിന്റെ ഒക്കെ കയ്യിൽ കിട്ടി, ഇറാഖല്ലല്ലോടാ ഇറാന്റെ ഒക്കെ കയ്യിൽ കിട്ടിയാൽ തകർക്കും. ഒരാളെ വരെ കൊല്ലാൻ പറ്റിയ സാധനമാണ് അല്ലേ ജോസഫേ? നല്ല വിരളറ്റ് പോയപ്പോ പോരിക നഖോ. ഓഹോ നല്ല പറ്റിയല്ലോ വിഷയ സാധനം. നന്ദിയുണ്ട്. ഇതിനെ ആ ചെറിയ സ്പാൻഡറും കൊണ്ട് കൊടുക്ക്. ഇപ്പൊ ശരിയായിട്ട് ഓ മാന്ത്രികൻ തന്നെ. നാസയുടെ മറ്റേ ആർട്ടിമിസിസ് എന്താണ് ആർക്കിമിഡീസ് ആണോ? നാസയുടെ മറ്റേ മൂണിൽ പോയ സാധനം അപ്പോളോ? മൂൺ മിഷൻ പോലും 2-3 വട്ടം മാറ്റി വെച്ചു. പിന്നെയാണോ നമ്മുടെ ഒരു ഡ്രോൺ പറത്തൽ. അങ്ങനെ ഡ്രോണിന്റെ എല്ലാ പോരായ്മകളും നമ്മൾ അതിഭീകരമായി ഫിക്സ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. എടാ നീ ഒരു 5 അടി മാറി നിക്കണം കേട്ടോ പറത്തുമ്പോ. പിള്ളേരൊക്കെ മാറ്റി നിർത്തിക്കോ. ഇത് വളരെ സിമ്പിൾ ആണ് ഗൈസ്.